ഇന്ത്യ രാജ്യം ഒരു വിശ്വാസിയുടെ വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരു വിശ്വാസി എന്ത് നിർബന്ധപൂർവം ചെയ്യണം, എന്ത് നിർബന്ധമായും ചെയ്തുകൂടാ എന്ന് തീരുമാനിക്കേണ്ടത് മതമാണ് എന്നതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിന് അത് ചെയ്യണം, നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ഉപേക്ഷിച്ചുകൂടാ എന്ന ചോദ്യം ഒരു മതവിശ്വാസിയോടും ചോദിക്കാൻ പാടില്ല. പക്ഷെ പലപ്പോഴും അത്തരം വേഷങ്ങൾ ചർച്ചയ്ക്ക് വരികയും അതിനെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മതം പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ തന്റെ നഗ്നത മറക്കണം എന്നാണ്. നഗ്നത വെളിപ്പെടാൻ പാടില്ല. അത് ഏറ്റവും ഉയർന്ന ഒരു ചിന്താഗതിയാണ്, ഉയർന്ന ഒരു സംസ്കാരമാണ്, ഏതൊരു മനുഷ്യനും അംഗീകരിക്കാവുന്ന ഒരാശയമാണ്. നാണം മറക്കണം എന്നത് ഒരു മിനിമം സാമാന്യ ബുദ്ധിയിൽപ്പെട്ടതാണ്. പുരുഷന്റെ നഗ്നത എന്താണെന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു. സ്ത്രീയുടെ നഗ്നത എന്താണെന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു. പുരുഷന്റെയും സ്ത്രീയുടെയും ശാരീരികമായ മാനസികമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അള്ളാഹു ആണല്ലോ രണ്ടാളെയും സൃഷ്ടിച്ചത്. ഇസ്ലാം രണ്ടുപേർക്കുമുള്ള നഗ്നതകളെ വ്യത്യസ്തമാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പുരുഷന്റെ എല്ലാ ഭാഗവും നഗ്നമല്ല, നഗ്നതയല്ല, എല്ലാ ഭാഗവും മറക്കപ്പെടേണ്ടതല്ല. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴിച്ചുള്ള എല്ലാ ഭാഗവും നഗ്നതയാണ്. മുഖം മറക്കേണ്ടത് നിർബന്ധമാണോ അല്ലേ എന്നതിൽ പണ്ഡിതാഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. സൂറ അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്, യാ അയ്യുഹൻ നബി, ഹേ പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും വിശ്വാസിനികളായ സ്ത്രീകളോടും യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മൂടുപടങ്ങൾ മുകളിലൂടെ താഴ്ത്തിയിടാൻ അങ്ങ് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൃത്യമായി പഠിപ്പിച്ചു. സ്ത്രീ അവളുടെ ശരീരത്തിന്റെ നഗ്നത മറക്കണം എന്ന് സംശയമില്ലാത്ത വിധം പഠിപ്പിക്കുകയാണ്. ഹദീസുകളിലേക്ക് പോയാൽ കുറച്ചുകൂടി വ്യക്തമായി ചില നിർദ്ദേശങ്ങൾ കാണാൻ പറ്റും. പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, മൻ ജറ സൗബഹു ഖുയലാഅ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവന് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവുകയില്ല. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫകൈഫ യസ്നഉ നിസാഉ ബിദുയൂലിഹിൻ, പ്രവാചകരെ, സ്ത്രീകളുടെ താഴേക്ക് ഇറങ്ങിപ്പോയ വസ്ത്രത്തെ സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്? നബി പറഞ്ഞു, യുർഖീന ശിബ്റ, അവർ കാലിന് താഴെ ഒരു മുഴം നീട്ടിയിടണം. ഖാലത് ഇദൻ തൻകശിഫു അഖദാമഹുന്ന, അവരുടെ കാലുകൾ ഒരു മുഴം താഴെ വസ്ത്രം ബാക്കി വെച്ചാലും അവരുടെ കാലുകൾ ആളുകൾ കാണും, അത് പ്രകടമാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുർഖീന ദിറാഅൻ ലാ യസിദ്ന അലൈഹി, എങ്കിൽ ഒരു മുഴം അവർ കാലിന് താഴെ വസ്ത്രം നീട്ടിയിടട്ടെ, അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പാടില്ല. അപ്പോ വേറെ ചില റിവായത്തുകളിൽ കാണാം, സ്വഹാബ വനിത പ്രവാചകനോട് സംശയം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ നജസുണ്ടെങ്കിലോ മാലിന്യമുണ്ടെങ്കിലോ അത് ഞങ്ങളുടെ വസ്ത്രത്തിലാകുന്നത് പ്രശ്നമാകില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, അവരുടെ വസ്ത്രത്തിലെ നജസിനെ മണ്ണ് ശുദ്ധീകരിക്കും. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയായി പ്രവാചകൻ പറഞ്ഞത്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരണത്തിന് വെള്ളം മാത്രമല്ല അല്ലാഹു നൽകിയത്, മണ്ണുകൂടി ശുദ്ധീകരിക്കാനുള്ള വസ്തുവായി നൽകിയിട്ടുണ്ട്. മണ്ണുകൂടി ശുദ്ധീകരണത്തിന്റെ തയമ്മം നമുക്കറിയാം. മലമൂത്ര വിസർജനം നടത്തിയാൽ കല്ലുപോലെയുള്ള വസ്തുക്കൾ കൊണ്ട് അത് ശുദ്ധീകരിക്കുന്നതിനെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. നായ തലയിട്ട പാത്രം ശുദ്ധീകരിക്കുമ്പോൾ ഒരു തവണ മണ്ണു കലക്കിയ വെള്ളം ഉപയോഗിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചത് നമുക്കറിയാം. മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ്, ഭൂമി മുഴുവനായും നമസ്കരിക്കാനും ശുദ്ധീകരിക്കാനും എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു.
അതുകൊണ്ട് നിസ്കരിക്കണമെങ്കിൽ കാർപ്പറ്റിന്റെയോ മുസല്ലയുടെയോ പായയുടെയോ ആവശ്യമില്ലെങ്കിലും ആൾക്കാർ യാത്രക്കരയിൽ പറയും, എന്താ ഒരു പേപ്പർ പോലും വിരിക്കാൻ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചില്ല. മണ്ണിൽ നമസ്കരിക്കാം, അത് അനുവദിക്കപ്പെട്ടതാണ്. അത് നമുക്ക് അല്ലാഹു നൽകിയ പ്രത്യേക ഇളവാണ്. അതുകൊണ്ട് സ്ത്രീയുടെ വസ്ത്രത്തിൽ നജസായാൽ അത് ശുദ്ധീകരിക്കപ്പെടും. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ ഭാഗവും ഔറത്തായിട്ടാണ്, നഗ്നതയായിട്ടാണ് മതം പഠിപ്പിച്ചത്. അത് മറച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലപ്പോഴും വസ്ത്രത്തിന്റെ ദൗത്യം എന്താണ്? നഗ്നത മറക്കുക എന്നതാണോ, അതല്ല നഗ്നതയെ കൂടുതൽ മനോഹരമാക്കി ആളുകൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുക എന്നതാണോ? വേഷങ്ങൾ അതിന്റെ ദൗത്യം നിർവഹിക്കാതെ പോകുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. വളരെ കൃത്യമായി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിന്ന ഔ ആബാഇഹിന്ന ആബാഉ ബുഊലതിഹിന്ന. സ്ത്രീ തന്റെ നഗ്നത മറക്കണം. അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ല. ഭർത്താവോ അല്ലെങ്കിൽ മഹറമായിട്ടുള്ള വിവാഹബന്ധം ഹറാമായിട്ടുള്ള ആളുകളുടെ മുന്നിലല്ലാതെ നഗ്നതയുടെ ഒരു ഭാഗവും കാണാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്മിനത്തിൽ ബഖ്തിൽ മായില. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തലമുടി മുകളിലേക്ക് കെട്ടിവെച്ച ശരീരം വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളായി ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ലെന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ കഴിയില്ല. വസ്ത്രം ധരിക്കുമ്പോ നഗ്നത മറയുന്നതാകണം. അംഗലാവണ്യങ്ങൾ കൂടുതൽ മനോഹരമായി ആളുകൾക്ക് മുന്നിൽ പുറത്തു കാണിക്കാനല്ല വസ്ത്രം, ശരീരത്തിന്റെ മനോഹാരിത മറച്ചു വെക്കാനാണ്. وقرن في بيوتكن ولا في بيوتكن ولا تبرجن تبرج الجاهليه الاولى. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് അഹ്സാബ് 33 എന്താ പറഞ്ഞത്? ജാഹിലിയത്തിലെ സ്ത്രീകൾ അവരുടെ നഗ്നത വെളിപ്പെടുത്തി പുറത്തിറങ്ങുന്നത് പോലെ വിശ്വാസിനികളായ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല. എന്തുകൊണ്ട് വേഷവിധാനത്തിൽ മുസ്ലിം സ്ത്രീകൾ ശ്രദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് മതം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞ കാര്യമാണ്. ഇത് പ്രവാചകന്റെ ഹദീസുകളിൽ സംശയത്തിന് വകയില്ലാത്ത വിധം വിശദീകരിക്കപ്പെട്ട സംഗതിയാണ്. അല്ലേ? എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടി ഈ വേഷം ധരിക്കുന്നു, എന്തിനു വേണ്ടി വേഷം ധരിക്കുന്നു എന്നൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ, ഒരു മുസ്ലിം പെൺകുട്ടിയോട് ചോദിച്ചാൽ, ഒരു സ്ത്രീയോട് ചോദിച്ചാൽ അതിന് പറയപ്പെടേണ്ട ചില ഉത്തരങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹുവിനെ അനുസരിക്കാൻ. എനിക്ക് വായു തന്നതാരാണ്? എനിക്ക് വെള്ളം തരുന്നതാരാണ്? എനിക്കിവിടെ ജന്മം നൽകിയതാരാണ്? എന്നെ വളർത്തി വലുതാക്കുന്നതാരാണ്? ഈ ഭൂമി എനിക്ക് സൗകര്യം ചെയ്തു തന്നവനാരാണ്? ആ റബ്ബിനോട് എനിക്കൊരു നന്ദി ഉണ്ടാകണം. ആ റബ്ബെന്നോട് പറഞ്ഞത് ഈ വേഷം ധരിക്കാനാണ്. ആ റബ്ബെന്നോട് പറഞ്ഞത് ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകരുതെന്നാണ് പുരുഷനോട്. ആ റബ്ബ് സ്ത്രീയോട് കൽപ്പിച്ച വേഷം ഇതാണ്. അതുകൊണ്ട് ആ റബ്ബിനോട്, എന്നെ സൃഷ്ടിച്ച റബ്ബിനോട് എനിക്ക് നന്ദി കാണിക്കണം. ആ റബ്ബിനെ ഞാൻ അനുസരിക്കുന്നു. അതുകൊണ്ട് മതം പഠിപ്പിക്കുന്ന വേഷം ഞാൻ ധരിക്കുന്നു. ഇതാണ് പരമമായ ആത്യന്തികമായ ഉത്തരം. ഏറ്റവും മർമ്മപ്രധാനമായ മറുപടി. വേറെ ആരും പ്രീതിപ്പെടുത്തേണ്ട കാര്യം നമുക്കില്ല. വേറെ ഒരാളുടെ വിമർശനങ്ങൾക്കും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. ഈ പ്രപഞ്ചമോ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിചരാചരങ്ങളോ പൊട്ടിമുളച്ചുണ്ടായതല്ല, ആകസ്മികമായി സംഭവിച്ചതല്ല. അങ്ങനെ സംഭവിച്ചതാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. ഇതുണ്ടാക്കിയ ഒരു നാഥനുണ്ട്. ആ നാഥൻ വരച്ച ചില വരകളുണ്ട്. ഈ പ്രപഞ്ചം അഖിലവും സഞ്ചരിക്കുന്നത് റബ്ബ് നിശ്ചയിച്ച വഴികളിലൂടെയാണ്. നക്ഷത്രങ്ങൾ ചലിക്കുന്നത്, ഗ്രഹങ്ങൾ അതിന്റെ ഭ്രമണപഥങ്ങളിലൂടെ കടന്നു പോകുന്നത്, കോടാനക്കോടി ഗ്രഹങ്ങളായി, നക്ഷത്രങ്ങളായി, ഉപഗ്രഹങ്ങളായി, പൾസാറുകളായി, കോസാറുകളായി, ഇതൊന്നും കൂട്ടിമുട്ടാതെ പരസ്പരം തമ്മിലടിക്കാതെ വളരെ സ്മൂത്തായി പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാ? റബ്ബ് നിശ്ചയിച്ച സൂര്യന് റബ്ബ് നിശ്ചയിച്ച ഭ്രമണപഥമുണ്ട്. ചന്ദ്രൻ അല്ലാഹു നിശ്ചയിച്ച പാതകളുണ്ട്. എല്ലാം അങ്ങനെ നടക്കുന്നുണ്ട്. മനുഷ്യനും റബ്ബ് നിശ്ചയിച്ച വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ എല്ലാം സ്മൂത്തായി മുന്നോട്ട് പോകും.
അതുകൊണ്ട് റബ്ബ് കൽപ്പിച്ച കൽപ്പനയെ ഞാൻ അനുസരിക്കുന്നു. അതാണ് ഒരു സ്ത്രീയുടെ ഒന്നാമത്തെ മറുപടി. ഇനിയോ ഖുർആൻ തന്നെ വേഷവിധാനം പഠിപ്പിക്കുന്നിടത്ത് സൂറത്ത് അഹ്സാബിന്റെ 59-ൽ നിങ്ങൾ എന്തുകൊണ്ട് യുദ്നീന അലൈഹിന്ന ജലാബീബിഹിന്ന മൂടുപടങ്ങൾ ശരീരത്തിന് മുകളിലൂടെ താഴ്ത്തിയിടണമെന്ന് പറയുമ്പോ ഖുർആൻ തന്നെ 2 കാരണങ്ങൾ, 2 ന്യായങ്ങൾ അതിന് പറഞ്ഞു. എന്താണ് 2 ന്യായങ്ങൾ? ഒന്ന്, ذَلِكَ أَدْنَى أَن يُعْرَفْنَ فَلَا يُؤْذَيْنَ وَكَانَ اللَّهُ غَفُورًا رَحِيمًا. ذَلِكَ أَدْنَى أَن يُعْرَفْنَ, സ്ത്രീകൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്. 2, فَلَا يُؤْذَيْنَ, സ്ത്രീ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. സ്ത്രീയുടെ നഗ്ന ശരീരങ്ങൾ, സ്ത്രീയുടെ ശരീരം പ്രദർശിപ്പിക്കപ്പെടുന്ന അവരുടെ സുരക്ഷിതത്വത്തിന് തടസ്സമാവും. അവൾ പീഡിപ്പിക്കപ്പെടാൻ കാരണമാവും, അവൾ ആക്രമിക്കപ്പെടാൻ കാരണമാകും. ഇത് ലോകത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അല്ലേ? ഇവിടെ സ്ത്രീകളുടെ വേഷവിധാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാറുള്ളത് എന്താ? നിങ്ങൾ പാശ്ചാത്യ രാജ്യത്തേക്ക് നോക്കൂ, അവിടെ സ്ത്രീകൾ വളരെ മിനിമം വേഷമേ ധരിക്കുന്നത്. ലോകത്ത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന രാജ്യങ്ങൾ എടുത്താലും ഈ രാജ്യങ്ങളൊക്കെയാണ്. സ്ത്രീ പുരുഷന്മാർ, സ്ത്രീകൾ അവരുടെ വേഷവിധാനങ്ങളുടെ അളവ് കുറയ്ക്കുമ്പോൾ അത് അവൾ സംരക്ഷിക്കപ്പെടാൻ കാരണമാകുമെന്ന ഒരു ഭീമാബദ്ധം പലപ്പോഴും പല ചർച്ചകളിലും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ കൃത്യമായ പഠനങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഈ നാടുകളിലൊക്കെ സ്ത്രീകൾ വളരെയധികം വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കി, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു വസ്തുവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ടോ അത് പലപ്പോഴും അത്തരം നിരന്തരമായ കാഴ്ചകൾ മനുഷ്യരെ തെറ്റിലേക്കും ലൈംഗികമായ ക്രൂരകൃത്യങ്ങളിലേക്കും നയിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഡൽഹി പോലീസ് ഒരു എന്താ പറയാ പഠനം കൊണ്ടുവന്നിരുന്നു. പഠനമല്ല, ഒരു നിരീക്ഷണം കൊണ്ടുവന്നിരുന്നു. എന്താണ്? ലൈംഗികമായ വീഡിയോസ്, ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന ലൈംഗികത ചിത്രീകരിക്കുന്ന വീഡിയോസ് കാണുന്നവർക്ക് അവരിലെ എന്താ പറയാ സ്ത്രീകളോടുള്ള സമീപനത്തിൽ ഭയങ്കര ആക്രമണവാസനയുണ്ടാകും. അതിലേക്ക് എത്താനുള്ള കാരണം ഇന്ത്യ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഡൽഹിയിലെ നിർഭയ കൊലപാതക കേസായിരുന്നു. അല്ലെ? നിർഭയ എന്നുള്ള ഒരു പ്രതീകാത്മകമായ പേരാണ്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബസ്സിലിട്ട് ഒരു സംഘം ആളുകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അതിൽ ഒരാൾ 18 വയസ്സ് തികയാത്തയാളായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയായിട്ടില്ലാത്തയാൾ. ആ സ്ത്രീയെ, ആ പെൺകുട്ടിയെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ച അവനായിരുന്നു. അതിന്റെ കാരണം പറഞ്ഞത് അയാൾ നിരന്തരമായി ഡൽഹി പോലീസിന്റെ വിശദീകരണം, ചിത്രങ്ങളിലൂടെ, സിനിമകളിലൂടെ, ഇന്റർനെറ്റ് മീഡിയകളിലൂടെ സ്ത്രീ നഗ്നത കാണുന്നവനായിരുന്നു. ലൈംഗികമായിട്ടുള്ള പോണോഗ്രാഫിക് വീഡിയോസ് വ്യാപകമായി കാണുന്ന ആളായതുകൊണ്ടാണ് അവൻക്ക് ഇത്തരം ഒരു മാനസിക വൈകൃതമുണ്ടായത് എന്നിവിടെ വിശദീകരിക്കണം. ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീ സുരക്ഷയ്ക്ക് അവളുടെ നഗ്നത പ്രദർശിപ്പിക്കപ്പെടുന്നത് പുരുഷൻ കാണുന്നത് കാരണമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്ന ചില സെലിബ്രിറ്റി വനിതകളുടെ, ലേഡി സെലിബ്രിറ്റികളുടെ വീഡിയോസ്, ഇന്റർവ്യൂകൾ വരാറുണ്ട്. എന്താ പറയണത്? ഞങ്ങള് സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്നു, ഞങ്ങൾ എന്താണ് ആര് കണ്ടാലും തിരിച്ചറിയാവുന്ന അറിയപ്പെട്ട സിനിമാ രംഗത്തൊക്കെ ഉള്ള ആളുകൾ പറയണം, ഞങ്ങൾ പർച്ചേസിംഗിന് പോകുന്നു. അപ്പൊ ഞങ്ങൾ എങ്ങനെ പോകും? ഞങ്ങൾ നിഖാബ് ധരിച്ച്, പർദ്ദ ധരിച്ച് പുറത്തിറങ്ങും. ആരാണ്? ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ. ധാരാളം വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ അവർ പറയാൻ ഞങ്ങൾ പർദ്ദ ധരിച്ചിട്ടാണ്. ഞാൻ ഈ അടുത്ത് എനിക്കൊരാൾ ഇന്റർവ്യൂ അയച്ചു തന്നു. ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ അന്തം വിട്ടുപോയി, എനിക്കൊരാൾ നിർദ്ദേശിച്ചു, എന്റെ സീനിയറായ ഒരാൾ നിർദ്ദേശിച്ചു പർദ്ദ ധരിച്ചു പോയാൽ മതി സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിൽ. ഞാൻ അങ്ങനെ പോയി. ഞാൻ ഇൻവിസിബിൾ ആണോ, ഞാൻ എന്നെ ആരും കാണാത്തൊരവസ്ഥയാണോ എനിക്കുള്ളത് ഞാൻ ചിന്തിച്ചു പോയി. ആരും എന്നെ നോക്കുന്നില്ല. ഒരു കാമവറിയന്റെ കഴുകക്കണ്ണുകൾക്കും സ്ത്രീ ശരീരം വിട്ടുകൊടുക്കാത്ത അവസ്ഥയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വേഷവിധാനം എന്ന് പറയുന്നത്.
സുരക്ഷിതമായി എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തിനാം. ഇതൊരു ഭയങ്കര സുരക്ഷിതത്വമാണ്. പർദ്ദ ധരിച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീകൾ കണ്ടിട്ടുണ്ടോ? പർദ്ദ ധരിച്ചതിന്റെ പേരിൽ മോശം കണ്ണുകളോടെ നോക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചക്ക് വിധേയമാകുന്ന അനുഭവം പങ്കുവെച്ച ഏതെങ്കിലും സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരിച്ചാണെങ്കിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും, ധാരാളം നമുക്ക് കേൾക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് മതത്തിന്റെ നിയമം അനുസരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സുരക്ഷിതത്വമുണ്ട്. നഗ്നത മറച്ചതിന്റെ പേരിൽ ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിനെതിരെ ഇങ്ങനെ വിമർശനങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് നിരന്തരമായി പല പല കോണുകളിൽ നിന്ന് ഒട്ടും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ. എന്താ പറഞ്ഞത്? ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞവൾ. നിങ്ങൾ ഈ വാർത്തകൾ നോക്കൂ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നോക്കൂ, അതിന്റെ വാർത്തകളുടെ കമന്റ് ബോക്സുകൾ നോക്കൂ. എന്താ പറയുക? ചാക്കിൽ കെട്ടിപ്പൊതിയപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ. പിന്നെ സ്ത്രീകളെ പർദ്ദക്കുള്ളിൽ തളച്ചിടുന്നവർ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവർ, സ്ത്രീകൾക്കുമേൽ കറുത്ത വസ്ത്രം അടിച്ചേൽപ്പിക്കുന്നവർ. വേഷം കറുത്ത തന്നെ ആകണമെന്നില്ല, കറുത്ത വസ്ത്രം എന്തെല്ലാം വിമർശനങ്ങളാണ്. യഥാർത്ഥത്തിൽ പുരുഷന്മാർ, മുസ്ലിം പുരുഷന്മാർ മുസ്ലിം സ്ത്രീകളുടെ മേൽ ഇതിങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അതാണോ മഹാഭൂരിഭാഗം സ്ത്രീകളുടെയും കേസ് എന്ന് പറയുന്നത്? രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ അതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാവും. അത് സ്വാഭാവികമാണ്. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളെയും, അത് ഏതു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവർക്ക് ഗുണമുള്ളത് അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവിന്റെ പ്രാഥമിക കാര്യമാണ്. അത് ഞാൻ ചെയ്യും, നിങ്ങൾ ചെയ്യും, ഏത് രക്ഷിതാവും ചെയ്യും. പക്ഷെ പ്രായപൂർത്തിയെത്തിയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിഖാബ് ധരിക്കുന്നുണ്ടെങ്കിൽ, ശിരോവസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ, പർദ്ദ ധരിക്കുന്നുണ്ടെങ്കിൽ, അബായ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഈ അടുത്ത് ഒരു വീഡിയോ കാണുന്നുണ്ടായി. എന്നറിയോ? ഒരാളിങ്ങനെ ഒരു 2021-22 ഒക്കെ ഉള്ള സമയത്തുള്ള വീഡിയോ, ഒരു ഐഫോൺ, അന്നിറങ്ങിയ ഏറ്റവും പുതിയ ഐഫോണിന്റെ വേർഷൻ, അത് എന്താണ്, അത് കയ്യിൽ ഒരു ബാഗിൽ പുതിയൊരു പീസ് അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അയാളുടെ കയ്യിൽ കുറെ പണമുണ്ട്. എന്നിട്ട് മുസ്ലിം പെൺകുട്ടികളോട് പോയിട്ട് പറയണം, നിങ്ങൾക്ക് $10,000 എന്റെ കയ്യിലുണ്ട് കേട്ടോ, ഇപ്പൊ ലേറ്റസ്റ്റ് എഡിഷൻ ഐഫോൺ എന്റെ കയ്യിലുണ്ട്, നിങ്ങൾ ഹിജാബ് മാറ്റിയാൽ ഞാനിത് തരാം. ആ സ്ത്രീകൾ പറയും, വീഡിയോസ് ഇന്ന് ഞാൻ രാവിലെ വീഡിയോ ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, വെരിഫൈ ചെയ്യാൻ വേണ്ടി എടുത്തു. പെൺകുട്ടികൾ പറയണം, വേണ്ട, $10,000 വേണ്ട, ഐഫോണും വേണ്ട, ഇത് ഞാൻ ഒഴിവാക്കുക. ഇതെന്റെ വിശ്വാസമാണ്, ഇതെന്റെ വിശ്വാസമാണ്. എന്നിട്ട് ഇവിടെ ഇല്ലാത്ത ഒരു നുണ പടച്ചുവിടാൻ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകൾ ആരോ പിടിച്ചുകെട്ടി കറുത്ത ചാക്കിനുള്ളിൽ കയറ്റി വെച്ചു എന്ന പച്ച നുണ പ്രചരിപ്പിക്കുന്നു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മേൽ ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല. മുസ്ലിം സ്ത്രീകൾ ആരാധനാ മനസ്സോടുകൂടി ചെയ്യുന്നതാണിത്. അല്ലാഹുവിന്റെ കൂലി കിട്ടാൻ, പരലോകത്ത് രക്ഷ നേടാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ച വേഷവിധാനം ഞാൻ ധരിക്കുന്നു. പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നത് പോലെ, നോമ്പെടുക്കുന്നത് പോലെ, സദഖ കൊടുക്കുന്നത് പോലെ, ഖുർആൻ ഓതുമ്പോൾ ഉണ്ടാകുന്ന നിയ്യത്തും മനസ്സുമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഹിജാബ് ധരിക്കുമ്പോൾ, വേഷം ധരിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. നിങ്ങൾ നോക്കി, ഈ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുടെ കാപട്യം, എന്തുമാത്രം വലിയ കാപട്യമാണ് ഇവരൊക്കെ വെച്ച് പുലർത്തുന്നത്. ഒരു ഭാഗത്ത് അവർ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയും, അല്ലേ, നിങ്ങൾ എന്തിനാ മുസ്ലിം പെൺകുട്ടികളെ പർദ്ദക്കുള്ളിൽ അടിച്ചിടുന്നത്, അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കും. എന്നാൽ മറുഭാഗത്ത് ഒരു വ്യക്തി അയാളുടെ ഇഷ്ടമനുസരിച്ച്, വിശ്വാസാനുസരിച്ച് ഞാൻ ഹിജാബ് ധരിക്കാമെന്ന് തീരുമാനിച്ചാലോ അതിന് സമ്മതിക്കൂല, അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലേ? ഒരു ഭാഗത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചും വ്യക്തികളുടെ അവകാശങ്ങളെ കുറിച്ചും വാദോരാതെ സംസാരിക്കുന്നത് ഒരു മുസ്ലിമാണ് ഇപ്പുറത്തെങ്കിൽ, ഒരു മുസ്ലിം സ്ത്രീയാണ് മറുവശത്തെങ്കിൽ, അവൾ അവളുടെ ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിനെതിരായിരിക്കും. അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യമില്ല, അപ്പൊ വിശ്വാസ സ്വാതന്ത്ര്യമില്ല. അല്ലേ? സ്വന്തം ഓരോ വ്യക്തിയുടെയും അവരുടെ സ്വന്തം ഇഷ്ടത്തെ നിഷേധിക്കുന്നതാണ് പുതിയ കാലത്തെ പുരോഗമനമെന്ന വിരോധാഭാസമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഇഷ്ടമനുസരിച്ച്, ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഇഷ്ടമനുസരിച്ച് ഹിജാബ് ധരിച്ചാൽ അത് പുരോഗമനത്തിനെതിരാണ്. ഒരാൾക്ക് അയാളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാത്ത എന്ത് പുരോഗമനത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? മറ്റൊരാളുടെ ഇഷ്ടത്തെ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലതയില്ലെങ്കിൽ എന്ത് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളാണ്.
അതുകൊണ്ട് ഇതൊക്കെ പലപ്പോഴും എന്താണ്, കാപട്യമാണ്. നിങ്ങൾ നോക്കി, പർദ്ദ വേണ്ട എന്ന് തീരുമാനിക്കാം, എന്നാൽ പർദ്ദ വേണ്ട എന്നിടത്ത് അവസാനിക്കുമോ? ഇവർക്ക് നിർവചിക്കാൻ പറ്റുമോ? ഇവർക്ക് പറയാൻ പറ്റുമോ ഏതുവരെ ഒരു സ്ത്രീ വസ്ത്രം തുറന്നിടണമെന്ന്? ഏതുവരെ ഒരു സ്ത്രീ തന്റെ ശരീരം ഒഴിവാക്കണമെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? ഈ അടുത്ത് ഒരു സുഹൃത്ത് പറയണ്ടായി, കേരളത്തിൽ കിസ് ഓഫ് ലവ് എന്നുള്ളൊരു മൂവ്മെന്റ് ഉണ്ടായി, ചുംബന സമരത്തിന്റെ ആളുകൾ. അപ്പൊ അതിന്റെ മുന്നിൽ നടന്ന കിസ് ഓഫ് ലവിന്റെ ഫൗണ്ടർ, അതിന്റെ സ്ഥാപക എന്നറിയപ്പെടുന്ന ബിടെക് കഴിഞ്ഞ വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയെ കുറിച്ച്. ഇന്ന് അവളുടെ ജോലി എന്താണെന്നറിയോ? ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ ഏർപ്പാടാണ്. ഓൺലൈനായി സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം. അപ്പോ തുറന്ന് പുറത്തേക്കിറങ്ങണം സ്ത്രീകൾ എന്ന് പറയുന്നവർ, എന്തിനും പരസ്യമായി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്നവർ, അവരുടെ ഉള്ളിലുള്ളത് അരാജകത്വത്തിന്റെ വൃത്തികെട്ട മനസ്സാണ്. അരാജകത്വത്തിന്റെ വൃത്തികേടുകളാണ് അവരുടെയൊക്കെ ഉള്ളിലുള്ളത്. ഞാൻ പറഞ്ഞത്, തട്ടം ഹിജാബ് മാറ്റി ഷാള് മാത്രം ധരിക്കണം എന്ന് പറഞ്ഞാലോ അത് നിൽക്കോ? ഷാളിനെതിരെയായി. ഷാള് മാറ്റുന്ന, പർദ്ദ മാറ്റുന്ന ചുരിദാർ ധരിക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കോ? അവിടെ നിൽക്കൂല. എന്നറിയോ, ഇതൊക്കെ കുറെ ആളുകളുടെ ആവശ്യമാണ്. മിനിമം വസ്ത്രം ധരിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ പുരോഗമനം ആണോ? ഏറ്റവും ചെറിയ വസ്ത്രം ധരിക്കുന്നതാണോ പുരോഗമനം? യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വളർച്ചയെ കുറിച്ച് എന്താണ് പൊതുവിൽ പറയാറുള്ളത്? നേരത്തെ വസ്ത്രങ്ങൾ കുറവായിരുന്നു അല്ലേ? അതാണ് പൊതുവിൽ ഭൗതികമായി പഠിപ്പിക്കപ്പെടാറുള്ളത്. മനുഷ്യൻ ഇങ്ങനെ വളർന്നപ്പോ പുതിയ പുതിയ വസ്ത്രങ്ങൾ കണ്ടെത്തി അല്ലേ? എന്നിട്ടോ കൂടുതൽ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അതാണ് പുരോഗമനം എന്നാണ്. മനുഷ്യന്റെ വളർച്ചയുടെ ഭാഗമായി അവന്റെ വേഷം വർദ്ധിച്ചു എന്ന് പറയാം. നിങ്ങൾ നോക്കി, കേരളത്തിൽ ഞാൻ വലിയൊരു ചരിത്രത്തിന്റെ വലിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് അരക്കു മുകളിൽ വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. ചാന്നാർ ലഹളങ്ങൾ കേട്ടിട്ടുണ്ടാകും, അയ്യങ്കാളിയുടെ സമരങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് തന്റെ സ്ഥലം അരിഞ്ഞ് പാത്രത്തിൽ വെച്ചു കൊടുത്ത ഒരു സ്ത്രീയുടെ കഥ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചാന്നാർ ലഹള പറഞ്ഞ തിരുവനന്തപുരത്തൊക്കെ ജീവിക്കുന്ന ചാന്നാർ സമൂഹത്തിന് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരമാണ്. ഒരു 100 കൊല്ലത്തിനപ്പുറം മാറി, അവിടുന്നൊക്കെ മാറി വസ്ത്രമൊക്കെ പൂർണ്ണമായി ധരിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു എന്നതാണ് പുരോഗമനം. അതിൽ നിന്ന് വീണ്ടും താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്രാകൃതാവസ്ഥയിലേക്ക് മടങ്ങുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രാകൃതമായ ഒരവസ്ഥയിലേക്ക് മടങ്ങുന്നു എന്നല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കി, എന്നിട്ട് എന്താണ് ഇവർ കൊണ്ടുവരുന്ന ആഖ്യാനങ്ങൾ? എന്താ പറഞ്ഞു വെക്കുന്നത്? ഇവിടെ ബാഡ് മുസ്ലിം ഉണ്ട്, ഗുഡ് മുസ്ലിം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും കേൾക്കണം. എല്ലാ ചാനൽ ചർച്ചയിലും വരികയാണ് ബാഡ് മുസ്ലിം, ഗുഡ് മുസ്ലിം. ആരാ ഗുഡ് മുസ്ലിം? ആരാ ഗുഡ് മുസ്ലിം? അതിങ്ങനെ എന്താണ്, എല്ലാവരോടൊപ്പം ഇങ്ങനെ കൂടിയാടി എല്ലാവരോടൊപ്പം നിൽക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? വേഷങ്ങളിലൊന്നും കൃത്യതയില്ലാത്ത, വേണമെങ്കിൽ ഒരു വെള്ളിയാഴ്ചയൊക്കെ മാത്രം പള്ളിയിൽ പോകുന്ന ഗുഡ് മുസ്ലിങ്ങളുടെ ഉദാഹരണങ്ങൾ ഒരാൾ വിശദീകരിക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിം പേരുള്ള സിനിമാ നടന്മാരുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെയാണ് എന്റെ കാഴ്ചപ്പാടിൽ മുസ്ലിം. സിനിമ അഭിനയിക്കുന്ന, സിനിമ കാണുന്ന, എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന പേര് കാനേഷുമാരി, കണക്കെടുപ്പിൽ റേഷൻ കാർഡിലും SLC ബുക്കിലും സർട്ടിഫിക്കറ്റിലും ആധാർ കാർഡിലൊക്കെ മുസ്ലിം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വേറെ എവിടെയും ഇസ്ലാമില്ല. തഖ്വയോടുകൂടി മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവൻ ബാഡ് മുസ്ലിമാണ് എന്ന് പറഞ്ഞു വെക്കാൻ ആളുകളോടെ. അതല്ലാത്ത ആളുകളോ അവർ ഗുഡ് മുസ്ലിം. പുതിയ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത്, ഇവിടെയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിക്കാനോ തെറ്റായ വഴിയിൽ ചിന്തിക്കാനോ പാടില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സ്ത്രീകളുടെ വേഷം അഴിക്കുക എന്നത് ആരുടെ ആവശ്യമാണ്? സ്ത്രീകളുടെ ആവശ്യമാണോ? ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ചാൽ മതി. ഭയങ്കരമായ സ്റ്റഡീസിന്റെ ആവശ്യമില്ല, പഠനങ്ങളൊന്നും. ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ചാൽ മതി. ഈ വാദിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും പുരുഷന്മാർ നിയന്ത്രിക്കുന്നവരോ ആയിരിക്കും, ആണുങ്ങളായിരിക്കും മിക്കവാറും. ഇനി ഏതെങ്കിലും സ്ത്രീകൾ വാദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ വേറെ പല ഏജൻസികളുണ്ടാവും. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നതാരാണ്? പുരുഷന്മാർ നയിക്കുന്ന കോർപ്പറേറ്റുകളാണ്. സ്ത്രീകൾ പർദ്ദയണിഞ്ഞ് ശരീരം പുറത്തു കാണിക്കാതെ, നഗ്നത പുറത്തു കാണിക്കാതെ പുറത്തിറങ്ങാൻ തുടങ്ങിയാൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ ബില്യൺ കണക്കിന് ഡോളറുകളുടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യവസായം, വലിയൊരു വ്യവസായം, 10 ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വ്യവസായം.
അല്ലേ? ഇതാരാ വാങ്ങുക? ഇതിനാരാളുണ്ടാവും? നേരത്തെ പറഞ്ഞ ഇന്റർനെറ്റുകളിലൊക്കെ വ്യാപകമായിട്ടുള്ള ഫോൺ വീഡിയോസ്, അത് ഭയങ്കരമായ വ്യവസായമാണ്. അതിലൂടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ എന്താ പറയുക ഇടപാടുകളാണ് നടക്കുന്നത്. അവർക്കൊക്കെ നഷ്ടമാണ്. പരസ്യങ്ങളിൽ അഭിനയിക്കാൻ ആരാണ്ടാവുക? നോക്കൂ, പുരുഷന്റെ വസ്ത്രങ്ങൾക്ക് പോലും സ്ത്രീകളാണ് പരസ്യപ്പലകളിൽ ഉണ്ടാവുക, വീഡിയോസിലുണ്ട്. എന്താ കാരണം? സ്ത്രീയാണ് ആകർഷിക്കപ്പെടുക. പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രമല്ല. നിങ്ങൾ സ്ത്രീകൾ കാണുന്ന വീഡിയോ കണ്ടന്റൊക്കെ എടുത്തു. വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളൊക്കെ എന്തെങ്കിലും തരത്തിൽ വേഷം, ഡ്രസ്സോ ആഭരണമോ ഒക്കെ കാണണമെങ്കിൽ അവർ പോലും കാണുന്നത് പുരുഷൻ അണിഞ്ഞൊരുങ്ങുന്നതല്ല, പിന്നെ സ്ത്രീ അണിഞ്ഞൊരുങ്ങുന്ന വീഡിയോ ആണ്. പുരുഷന്മാർ ഇതൊക്കെ കാണാൻ നടക്കുന്ന ആൾക്കാർ കാണാൻ, സ്ത്രീകളും കാണാൻ. സ്ത്രീയാണ് ഇവിടുത്തെ ആകർഷകമായ ശരീരം. അതുകൊണ്ട് പെണ്ണിനെ കുപ്പായടിച്ചാൽ, പെണ്ണിനെ പർദ്ദ ധരിപ്പിച്ചാൽ, സ്ത്രീകളെ വസ്ത്രം ധരിപ്പിച്ചാൽ പരസ്യ പലകകളിൽ പ്രദർശിപ്പിക്കപ്പെടാൻ ശരീരങ്ങളില്ലാതെ പോകും. ഇവിടുത്തെ പലരുടെയും അന്നം മുട്ടുന്ന അവസ്ഥയുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ വ്യവസായങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അവർ സ്പോൺസർ ചെയ്യുന്ന, അവർ തന്നെ മുന്നിൽ നയിക്കുന്ന പ്രചാരണങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പുരുഷന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അങ്ങനെ നിന്നുകൊടുക്കുന്ന ആളുകളായിട്ടുള്ള സഹോദരിമാർ മാറേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച്, നമ്മുടെ സഹോദരിമാരെ കുറിച്ച്, നമ്മുടെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കേണ്ടത് മതം പഠിപ്പിക്കുന്നിടത്താണ് ഖൈറുള്ളത്. അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ അല്ലാഹുവിന്റെ ഈ വീടിന് വേണ്ടിയുള്ളതാണ്, പള്ളിക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരും അതിൽ മനസ്സറിഞ്ഞ് ഇടപെടണമെന്നും കഴിയാവുന്നതിൻ്റെ പരമാവധി സഹായിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പറഞ്ഞു വന്നത്, ഇവിടെ ആരൊക്കെയോ വരച്ചു വെക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നവരായി നമ്മൾ മാറുന്നു. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ നോക്കി, ഇവിടെ നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഇതൊക്കെ സ്വാതന്ത്ര്യമുള്ളിടത്ത് നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, നമ്മൾ എത്ര കണ്ട് മതത്തെ മുറുകെ പിടിക്കുന്നു എന്ന ഒരു ചോദ്യത്തിനും വലിയ പ്രസക്തിയുണ്ട്, അല്ലേ? നല്ല ഹിജാബ് ധരിച്ച് ഫുൾ സ്ലീവ് ഡ്രസ് അണിഞ്ഞ് പോകാൻ കഴിയാവുന്ന സ്കൂളുകളിൽ, കോളേജുകളിൽ, ജോലി സ്ഥലങ്ങളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക വേഷം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ 5 നേരം ജമാഅത്തിന് പോകാൻ പറ്റാവുന്ന സംവിധാനങ്ങളുള്ളിടത്ത് പോലും നമ്മൾ മതം മുറുകെ പിടിക്കുന്നുണ്ടോ? നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്റെ അവകാശം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാത്രമല്ല, മറിച്ച് പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഏത് ഘട്ടത്തിലും നമ്മൾ പരിശ്രമിക്കണം കേട്ടോ. നരകം എന്നുള്ളത് ഒരു കെട്ടുകഥയല്ല, സ്വർഗം എന്നുള്ളത് ഒരു കെട്ടുകഥയല്ല. അന്നന്നാറ ഹഖ്ഖുൻ വ അന്നൽ ജന്നത ഹഖ്. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന ഇടങ്ങളിൽ പോലും നമ്മൾ ഈ മതത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ എന്ന് ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനാരുണ്ട്? ആരെയും വേദനിപ്പിക്കണ്ട, ഒരാളെയും പ്രയാസപ്പെടുത്തണ്ട, ഒരാളോട് മോശമായി പെരുമാറണ്ട, ഒരാളോടും അനാവശ്യമായി തർക്കിക്കണ്ട. പക്ഷേ എന്റെ ജീവിതം, എന്റെ വിശ്വാസം, എന്റെ ആചാരങ്ങൾ, എന്റെ വിശ്വാസം, എന്റെ വേഷവിധാനങ്ങൾ, അത് ഞാൻ ഇസ്ലാം അനുസരിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുക, അതിൽ ഞാൻ അഭിമാനിക്കുന്നു
എന്ന് പറയാൻ ഓരോ പുരുഷനും ഓരോ മുസ്ലിമിനും ഓരോ മുസ്ലിമത്തിനും സാധിക്കേണ്ടതുണ്ട്. ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ആ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആരുടെയൊക്കെയോ അടിമകളായി ജീവിക്കുന്ന അവസ്ഥയെല്ലാം ഉണ്ടാകേണ്ടത് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് ധാരാളം ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇന്നും ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹോദരൻ സ്ട്രോക്കൊക്കെ വന്ന് പ്രയാസപ്പെടുന്നു. അള്ളാഹു എല്ലാവർക്കും രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നമ്മളിലേക്ക് തിരിച്ചു വരാൻ ആ സഹോദരനും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.